ഹലോ, നമസ്കാരം. കിഷ്കിന്ത കാണ്ഡം വല്ലാത്തൊരു സിനിമ. സീരിയസ്ലി മാൻ, വല്ലാത്തൊരു സിനിമ. നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, ഗംഭീര സിനിമയാണത്. ഏ ഈ സിനിമയെ കുറിച്ചിട്ട് ഇത്ര ഞാനിപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ഇരുന്ന് പറയേണ്ടി വരും. എടുത്ത് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഹൈലൈറ്റ് ചെയ്ത് പലതും സംസാരിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് ആ ഒരു രസം നഷ്ടപ്പെടും. നിങ്ങൾ ഈ സിനിമയുടെ റിവ്യൂസ് പോലും റിവ്യൂ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആൾക്കാരൊക്കെ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. അതൊന്നും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടോ? അത് നിങ്ങൾ മറക്ക്. ഓക്കെ, എല്ലാം മറന്നിട്ട് നിങ്ങൾ ഇഷ്കിന്ത കാണ്ഡം എന്ന് പറയുന്നൊരു സിനിമ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്, എന്നാൽ പിന്നെ അതൊന്ന് പോയി കണ്ടേക്കാം എന്നൊരു സംഗതി മനസ്സിൽ വെച്ചിട്ട് പോയി കണ്ടാൽ മതി. ഓക്കെ, ബ്ലാങ്ക് ആയിട്ട് പോയിട്ട് കാണുക, എന്നിട്ട് നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതിഗംഭീര സിനിമ. നിങ്ങൾ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ മിസ്സാക്കരുത്. നിർബന്ധമായിട്ട് അവിടെ തന്നെ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാര്യം, ഈ സിനിമ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഈ സിനിമ ഡിസേർവ് ചെയ്യുന്നത് കിട്ടണം. പിന്നെ ഞാൻ ഹാപ്പിയാണ് ഒരു കാര്യത്തിൽ. ഇപ്പോൾ നമുക്ക് ഈ സിനിമ ഹിറ്റായില്ലെങ്കിലും നമുക്ക് കാശൊന്നും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ആസ് എ ഫിലിം ലവർ ഞാനിപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയത്. സാധാരണ എല്ലാ സിനിമകളും ആദ്യ ദിവസം പോയിട്ട് കാണുന്നതാണ്. പക്ഷേ ഈ സിനിമ ആദ്യ ദിവസം ഞാൻ മിസ്സാക്കി, ഇപ്പോഴാണ് കണ്ടത്. ഇപ്പോൾ പോയി കാണുന്ന സമയത്തും ഫുള്ളാണ് തിയേറ്റർ, ഫുള്ളാണ്, ഹൗസ്ഫുള്ളാണ്. ഈവൺ നാളേക്കുള്ള ഷോസ് പോലും പകുതിയും ഫുള്ളായിട്ടാണ് ആക്ച്വലി ഇരിക്കുന്നത്. ഈ സിനിമ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് ഫുൾ സൈലൻസ് ആണ്. സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസ്. കാരണം ഈ പടം വളരെ മെല്ലെയായിട്ടാണ് പോണത്, വളരെ മെല്ലെയാണ് പോകുന്നത്. പക്ഷെ ഒരു തരത്തിലും ബോറടിപ്പിക്കുക എവിടെ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഇങ്ങനെ കണ്ടിരിക്കും. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ക്യൂരിയോസിറ്റി. നമ്മളിങ്ങനെ കണ്ടിരിക്കും. അത് അത്രയും എൻഗേജിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു സിനിമയാണത്. ഇത്രയ്ക്കൊക്കെ തൽക്കാലം പറയാൻ പറ്റുള്ളൂ മാൻ. അതെനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളിത് ഫ്രഷായിട്ട് ഇത് പോയി കാണണം. ഞാൻ സാധാരണ സിനിമയുടെ ഒപ്പീനിയനൊക്കെ പറയുന്ന സമയത്ത് ചില സീനുകൾ കാര്യങ്ങളൊക്കെ എടുത്തു പറയാറുണ്ട്. ഈ സിനിമയുടെ അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ പലതും പറയേണ്ടി വരും. അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രസം നഷ്ടപ്പെടും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അതാണ് അതൊരു വല്ലാത്തൊരു സിനിമ എന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. വല്ലാത്തൊരു സിനിമയാണത്, വല്ലാത്തൊരു ഗംഭീര സിനിമ. റെയറായിട്ടൊക്കെ നമുക്ക് മലയാളത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നൊരു കൈൻഡ് ഓഫ് സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ ദൃശ്യത്തിൻ്റെ മുകളിലാണോ താഴെയാണോ, ദൃശ്യം വേറെ, ഇത് വേറൊരു സാധനമാണത്. ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യ്. മറക്കണ്ട, നിങ്ങളിത് OTT വന്നിട്ട് കാണാൻ വേണ്ടി, നിങ്ങൾ OTTയിൽ കണ്ടാലും നിങ്ങൾക്ക് ഈ സിനിമ എക്സ്ട്രാ ഓർഡിനറി ക്രാഫ്റ്റായിട്ട് തന്നെ തോന്നത്തുള്ളൂ. മനസ്സിലായ? ഭയങ്കര ഗംഭീര സാധനമായിട്ട് തന്നെ നിങ്ങളിത് OTTയിൽ കണ്ടാലും നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. പക്ഷെ ഇത് OTT കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കല്ലേ. ഞാൻ കണ്ട എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയണതാണ്, തിയേറ്ററിൽ പോയിട്ട് ഇത് കാണാൻ, ആ ഒരു ഓഡിയൻസിൻ്റെ ഇടയിലിരുന്ന് കാണാൻ, ആ ഓഡിയൻസിൻ്റെ സൈലൻസിൻ്റെ ഇടയിലിരുന്ന് കാണാൻ. സൈലൻ്റായിട്ട്, വളരെ സൈലൻസ് ആയിരുന്നു തിയേറ്ററിൽ. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണം, വളരെ സൈലൻസ് ആയിരുന്നു. സാധാരണ എന്ന് പറഞ്ഞാൽ ചില സിനിമകൾക്ക് പോകുന്ന സമയത്ത് ആൾക്കാർ സൈലൻ്റായിട്ട് ഇരിക്കുന്നത് പടം ബോറടിച്ചിട്ട് പകുതി ഉറക്കത്തിലേക്ക് കയറിയും. പക്ഷേ ഇതങ്ങനെയല്ല, ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിങ്ങനെ ഗംഭീര ഒരു സാധനം ഇങ്ങനെ കണ്ടിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യൂരിയോസിറ്റി നമുക്കിങ്ങനെ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടും. ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്, ലൈക്ക് ഇതെന്താ സംഗതി, എന്താ. ഇപ്പം എല്ലാത്തിനുള്ള ഒരു സംഗതി നമുക്ക് അവസാനം കിട്ടും. പക്ഷേ ഈ അവസാനം വരെ നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും ഇങ്ങനെ വാച്ച് ചെയ്യും, ഓരോ സിറ്റുവേഷൻസ് നമ്മളിങ്ങനെ വാച്ച് ചെയ്യും. കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഹെവി കാസ്റ്റിംഗ്, നല്ല ഗംഭീര കാസ്റ്റിംഗ്. ആദ്യം തന്നെ ഞാൻ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് വിജയരാഘവൻ്റെ ഒരു ഏതൊന്നും പറയുന്നില്ല, വിജയരാഘവൻ ആസ് എൻ ആക്ടർ, പുള്ളി ഓൾറെഡി നമുക്കറിയാം ഗംഭീര ഒരു നടനാണ്. ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അത് പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മാൻ. ചില സിറ്റുവേഷൻസിലൊക്കെ അയാളുടെ മാനറിസം, അയാളുടെ കൈ കാല് ഉള്ളൊരു മാനറിസം, മൊത്തത്തിൽ ഇതൊരു വിജയരാഘവനാണോ എന്ന് തോന്നിപ്പോവും. ലൈക്ക് ആ ഒരു കഥാപാത്രം പുള്ളി അത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്.
അത് പറയാതിരിക്കാൻ നിർത്തിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ലൈക്ക് അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കൂടുതൽ. പിന്നെ ആസിഫ് അലി കിടിലൻ നടനാണ്. അഡിയോസ് അമീഗോസ് ഞാൻ റിവ്യൂ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ ആ പടം കണ്ടത്. അഡിയോസ് അമീഗോസ് ഞാൻ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്ത് തിയേറ്ററിൽ പൊട്ടിപ്പോയി എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് മിക്സഡായിട്ട് തോന്നിയതുകൊണ്ടായിരിക്കും പൊട്ടിയത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഞാനത് OTT-യിൽ വന്നപ്പോഴാണ് അഡിയോസ് അമീഗോസ് കാണുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നിയത്. എനിക്ക് തോന്നുന്നത് 2.25 മണിക്കൂറോളം ആക്ച്വലി ഉണ്ട്. എനിക്ക് ആ ക്യാരക്ടറും ഇഷ്ടപ്പെട്ടു, സുരാജിൻ്റെ ക്യാരക്ടറും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കിടിലൻ. എനിക്ക് ആസിഫായിട്ട് പോലും തോന്നിയില്ല. അത് ആ ക്യാരക്ടറിലുള്ളൊരാൾ, ആസിഫിൻ്റെ ആ സിനിമയത്തെ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി അഡിയോസ് അമീഗോസിൽ ആസിഫ് അലീനെ തോന്നിയത്. കാരണം പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എവിടെയും ഓവറായിട്ട് തോന്നുന്നത് ഒന്നുമില്ല. സുരാജ് ഓൾസോ കിടിലനായിട്ട് ചെയ്ത് നല്ലൊരു സിനിമയായിരുന്നു. അപ്പം ആസിഫ് അലി നല്ലൊരു നടനാണ്. മൂപ്പരുടെയിലേക്ക് നല്ലൊരു ക്യാരക്ടർ കറക്റ്റായിട്ട് വരിക, നല്ലൊരു സിനിമ അയാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ അടിപൊളിയായിട്ട് ചെയ്യും. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ലൈക്ക് ഒരു നല്ലൊരു ക്യാരക്ടറാണ് അത്. പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എടുത്ത് പറയണം അപർണ മുരളി അവരിപ്പോൾ എല്ലാത്തിലും ഉണ്ട്, തമിഴിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരും ഇതിൻ്റെ അകത്ത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടിയുണ്ട്, എൻ്റെ ഒക്കെ ഒന്നും പറയുന്നില്ല, ഞങ്ങൾ കാണും. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിങ്ങും നല്ല ഹെവി കാസ്റ്റിംഗ് ആണ്. പിന്നെ ഇത് വിഷ്വലിയൊക്കെ ഇതിങ്ങനെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു ഒരു 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 രസമാണ്. ആ സ്ഥലമൊക്കെ ആണെങ്കിലും നല്ല രസമാണ്. ആ വീടുമൊക്കെ, ആസിഫ് വീടും ഈവൺ അതിൻ്റെ അകത്തുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമൊക്കെയാണ്. അപ്പോൾ ഓവറോൾ ഒരു കിടിലൻ സിനിമ, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നൊരു സിനിമ. ഞാൻ സാധാരണ എല്ലാ സിനിമയും ആദ്യ ദിവസം പോകുന്നത്. അപ്പം ഈ ആദ്യ ദിവസം പോയി കണ്ടിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് നമ്മൾ ഇതുവരെ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമ ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് കാണുന്നത്, 4 ദിവസത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഈ സിനിമ റിലീസായ ദിവസം തൊട്ടേ ഈ സിനിമയ്ക്ക് ഭയങ്കര റെസ്പോൺസാണ്, ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ്. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ഈ സിനിമ ഓൾറെഡി കണ്ടു. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പോകാതിരുന്നത്. അപ്പം പലരും കണ്ടിട്ട് ഇങ്ങനെ വാനോളം പറയുക, അങ്ങനെ ഗംഭീര സിനിമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയെ കുറിച്ചിട്ട്. അപ്പം ആൾക്കാരിങ്ങനെ എന്താണ് കണ്ടവരൊക്കെ ഇങ്ങനെ ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടപ്പോഴേക്കും ഉള്ള പ്രതീക്ഷ വല്ലാതെ അങ്ങ് കൂടി, എക്സൈറ്റ്മെൻറ്റ് അങ്ങ് കൂടി. ആ എക്സൈറ്റ്മെൻറ്റിൻ്റെയും പ്രതീക്ഷയുടെ പീക്കിലാണ് പോയിരിക്കുന്നത്. സാധാരണ ഒരു സിനിമയ്ക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന, സാധാരണ ഇതൊരു മിസ്റ്ററി പടം കൂടിയിട്ടല്ലേ, ഒരു കൈൻഡ് ഓഫ് ജോണറിൽ പെടുന്നൊരു സാധനം കൂടിയിട്ടല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ക്യൂരിയോസിറ്റിയും പ്രതീക്ഷകളൊക്കെ കുറച്ചുകൂടി ഹൈ ലെവലിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഹൈ ലെവൽ പ്രതീക്ഷ വെച്ചിട്ട് ഞാൻ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് പോലും എൻ്റെ ആ പ്രതീക്ഷയുടെ മുകളിലാണ് ഈ ഒരു സിനിമ നിൽക്കുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ആസ് എ പ്രേക്ഷകൻ എന്നെ ഞെട്ടിച്ച്. കാരണം വല്ലാത്തൊരു ക്രാഫ്റ്റ്, കിട്ടിലൻ ക്രാഫ്റ്റ്. ഓൾറെഡി പ്രതീക്ഷയിലിരുന്ന് പിന്നെ ആൾക്കാരുടെ പോസിറ്റീവ് അഭിപ്രായങ്ങളൊക്കെ വന്ന് ആൾക്കാർ പറയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഉള്ള പ്രതീക്ഷയിൽ നിന്ന് കുറച്ചും കൂടി പ്രതീക്ഷ കൂടി, ക്യൂരിയോസിറ്റി കൂടി, എക്സൈറ്റ്മെൻറ്റ് കൂടി. ആ എക്സൈറ്റ്മെൻറ്റ് വെച്ചിട്ട് പോയിട്ട് ഈ ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സിനിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ റേഞ്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിത് കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളത് അതിൻ്റെ അകത്ത് നിന്ന് മിസ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയണം, OTT കണ്ടാലും ഇഷ്ടപ്പെടും, പക്ഷെ നിങ്ങളിത് തിയേറ്ററിൽ പോയിട്ട് കാണും. ഇതൊരു ഈ സിനിമ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ആ ഒരു സക്സസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിക്കിനി തോന്നുന്നില്ല ആൾക്കാർ കാണാതിരിക്കുന്നത്, ബിക്കോസ് ആൾക്കാർ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥയൊക്കെ ആക്ച്വലി ഉണ്ട്. ഇവിടെ എൻ്റെ ലൊക്കാലിറ്റിയിൽ ഒരു തിയേറ്ററിലാണ് ആക്ച്വലി ഉള്ളത്. ആ തിയേറ്ററിൽ ഫുള്ളാണ്. ഞാൻ പോയപ്പോൾ ഫുള്ളായിരുന്നു. ഞാൻ ഇറങ്ങിയിട്ടുള്ള അടുത്ത 2.25 ഷോന് അത് ഫുള്ളായിരുന്നു. ഇനിയിപ്പോൾ ഈവനിങ് 9 മണിക്കൊരു ഷോ ഉണ്ട്, അത് ഫുള്ളാണ്. നാളെ മോർണിംഗത്തെയും ഉച്ചത്തെയും ഷോ പകുതി മുക്കാലും ഫില്ലായിട്ടാണ് ആക്ച്വലി ഇരിക്കുന്നത്. സോ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സിനിമകളാണ് ഇവിടെ ശരിക്കും ഹെവി ആയിട്ട് സക്സസ് ആവേണ്ടത്. ഇത് ചർച്ച ചെയ്യപ്പെടണം. ഇത് OTT-യിലൊക്കെ വന്നതിന് ശേഷം
എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയണം എന്നാഗ്രഹമുള്ള കുറേ സീക്വൻസുകളുണ്ട്, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് എടുത്ത് കുറേ ലേയേഴ്സ് ഉള്ള ഒരു സാധനമാണ്. കുറേ ലേയേഴ്സ് ഉണ്ടെന്ന്, ഇമോഷണലി കുറേ ലേയേഴ്സ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇത് കുറേ കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ആക്ച്വലി ഉണ്ട്. ഞാൻ കുറേ സാധനങ്ങൾ ഒരു പേപ്പറിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെ ഞാൻ സിനിമകൾക്ക് ചെയ്യാത്തതാണ്. പക്ഷേ ഈ സിനിമ ഞാൻ കണ്ടിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒക്കെ സ്പോയിലറായി പോകും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെടുത്ത് സംസാരിക്കാത്തത്. ഇതൊക്കെ നോട്ടിറ്റിയിൽ വന്നതിന് ശേഷം ആത്മാർത്ഥമായിട്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ OTTക്ക് വേണ്ടിയിട്ട് ഇനി കാത്തിരിക്കാം. ഞാൻ കാത്തിരിക്കുന്നു. തിയേറ്ററിൽ കാണാത്ത ആൾക്കാർ നിങ്ങൾ തിയേറ്ററിൽ നിർബന്ധമായിട്ട് പോയി കാണും. ഞാൻ അങ്ങനെ എല്ലാ സിനിമകളും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പോകുന്നല്ലാണ്ട് ആരോടും നിങ്ങൾ പോയി തിയേറ്ററിൽ നിർബന്ധമായിട്ട് കാണുമെന്നൊന്നും പറയാറില്ല. അത് വളരെ ചുരുക്ക സിനിമകൾക്ക് മാത്രമേ പറയാറുള്ളൂ. ഈ സിനിമയ്ക്ക് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ് പോയി കാണൂ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇതങ്ങനെ ഒരു ക്രാഫ്റ്റാണ് മാൻ, ഒരു പ്രത്യേകതയുള്ളൊരു ക്രാഫ്റ്റാണ് അത് എല്ലാ രീതിയിലും. സോ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി in theaters. So bye bye.